മുഖ്യധാര മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ ഗോപി കൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് തുടങ്ങി വെക്കുന്നതിനായിട്ട്. ഗുഡ് മോർണിംഗ്. സത്യത്തില് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സെമിനാറാണ്. അപ്പോൾ ഇത് ഈ സെമിനാർ തുടങ്ങി വെക്കുമ്പോൾ ഒരല്പം ചരിത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഈ വർത്തമാന കാലത്തേക്ക് വരാം. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പത്രം ദ ബംഗാൾ ഗസറ്റ് കൊൽക്കത്തയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് അത് തുടങ്ങി വെച്ചത്, അതിന്റെ ഓണറും അതിന്റെ സ്ഥാപകനും അതിന്റെ പത്രാധിപനും ഒക്കെ ആയിരുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗസറ്റിന്റെ പേര് ഹിക്കീസ് ഗസറ്റ് എന്നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. രാജ്യത്തിന്റെ മാധ്യമ പ്രവർത്തന ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഹിക്കീസ് ഗസറ്റ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പത്രം ഇറങ്ങിയപ്പോൾ അത് 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ അങ്ങനെയൊക്കെ ഒരു ടാബ്ലോയിഡ് രൂപത്തിലായിരുന്നു ആ ബംഗാൾ ഗസറ്റ് ഇറങ്ങിയത് എന്നാണ് ഞാൻ ഓർമ്മയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്നത്. ഹിക്കീസ് ഗസറ്റിന്റെ പ്രധാനപ്പെട്ട കോണ്ടന്റ്, അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി കഥകളായിരുന്നു. ഈ അഴിമതി കഥകൾ അതിലെ ടാബ്ലോയിഡിലൂടെ പുറത്തു വന്നപ്പോൾ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും അതുവഴി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും അക്ഷരാർത്ഥത്തിൽ അത് നടുക്കി അസ്വസ്ഥതപ്പെടുത്തി. കാരണം ബംഗാൾ ഗസറ്റിന്റെ ഓരോ പതിപ്പ് പുറത്തു വരുമ്പോഴും അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നടക്കുന്ന അഴിമതി, അത് ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി, അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഹിക്കിയുടെ ഗസറ്റിൽ പുറത്തു വന്നു. അതിന് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന മാധ്യമ സ്ഥാപകനും മാധ്യമ പ്രവർത്തകനും കൊടുക്കേണ്ടി വന്ന വില അദ്ദേഹം അഴിക്കുള്ളിലായി എന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തന ചരിത്രം. ആദ്യത്തെ പത്രം തുടങ്ങിവെച്ച ആൾ അഴിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യപൂർവ്വകാല ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിച്ചത്. അതിന്റെ ചരിത്രം, അതിന്റെ പാരമ്പര്യം, അതിന്റെ മൂല്യങ്ങൾ, അതിന്റെ വസ്തുത അന്വേഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതൊക്കെ പിന്നീട് ഇങ്ങോട്ട് വന്ന കാലഘട്ടത്തിൽ അതൊരു ഒരു ജനിതക തുടർച്ച എന്നതുപോലെ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മളൊരു ജേർണലിസ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിറ്റിസൺ ജേർണലിസത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ബൈ ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മളുടെ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹം, മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം, വസ്തുതകൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം, ഇതെല്ലാമാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒഴിച്ചുകൂടാനാകാത്ത അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. കാലം ഒരുപാട് മാറി, മാധ്യമങ്ങൾക്ക് പരിവർത്തനം സംഭവിച്ചു, ജനത മാറി, സമൂഹം മാറി, ചിന്തകൾ മാറി, ആവശ്യങ്ങൾ മാറി. വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഒരു ജനതയായി നമ്മൾ രൂപാന്തരപ്പെട്ടു. ഇന്ന് ഈ പുതിയ തലമുറ, നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന എന്റെ കുഞ്ഞു മക്കളൊക്കെ ഉൾപ്പെടുന്ന ഈ പുതിയ തലമുറയ്ക്ക് പത്രം വായന ഒരു ശീലമല്ല, വസ്തുതകൾ അറിയണം എന്നതൊരു ആഗ്രഹമല്ല, വിവരങ്ങൾ എന്നത് ഒരു അത്യാവശ്യമല്ല. അവരുടെ വിരൽത്തുമ്പുകളിൽ ലോകത്തെ ഏത് കാര്യത്തെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇന്ന് അവരുടെ മുന്നിലുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വസ്തുതകൾ അത് വിഫലമാവുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഫാക്ട്സ് ആർ സേക്രഡ് എന്നാണ്. വസ്തുതകൾ പരിപാവനമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റിയൽ ഫാക്ട്സ്, യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കേണ്ടുന്ന ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. മാധ്യമങ്ങൾ തരുന്ന വിവരങ്ങളാണോ വസ്തുതകൾ, അതോ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന വിവരങ്ങളാണോ വസ്തുതകൾ? എന്തുകൊണ്ടാണ് ഒരേ വിവരത്തിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഒരേ വസ്തുത പല രൂപത്തിൽ, പലതരത്തിൽ, പല മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് സമൂഹം വളരെ ശ്രദ്ധാപൂർവം മാധ്യമങ്ങളെ വിചാരണയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെ വിചാരണയിലൂടെയും സമൂഹത്തിന്റെ കരുതലിലൂടെയും സമൂഹത്തിന്റെ വിമർശനങ്ങളിലൂടെയും ഒക്കെ വേണം മാധ്യമങ്ങൾ വളരാൻ, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ. പക്ഷെ ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. ഈ വിമർശനം ഉന്നയിക്കുന്നവർ, മാധ്യമങ്ങളെ സ്ക്രൂട്ടിനിക്ക് വിധേയരാക്കുന്നവർ, മാധ്യമ പ്രവർത്തകരെ അപഹസിക്കുന്നവർ, മാധ്യമ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്നവർ,
അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ആരാണ് മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, നമ്മൾ ഒരാളെ ഗുണദോഷിക്കുന്നത്, ഒരാളെ നന്നാക്കാൻ ശ്രമിക്കുന്നത്, ഒരാളെ ശാസിക്കുന്നത്, ഒരാളെ തല്ലുന്നത് അയാളിലെ നന്മയെ പുറത്തു കൊണ്ടുവരാനാണെങ്കിൽ നമ്മൾ പറയും അത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ അധ്യാപകർ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുമ്പോൾ തല്ല് ചെയ്യുന്നത് വേറെ അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന് പറയുന്ന പോലെ അടി കൊടുത്ത് പഠിപ്പിക്കും. കാരണം നല്ല കാര്യങ്ങൾ വേദനിപ്പിച്ച് പഠിപ്പിക്കും. അതല്ല പക്ഷേ നിർഭാഗ്യവശാൽ സമൂഹ മാധ്യമങ്ങളോട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള, സമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അത് അമേരിക്കയിൽ നടക്കുന്നുണ്ടാകാം, അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അത് കേരളത്തിൽ നടക്കുന്നുണ്ട്, അത് ഒരു സർവാധികാര സ്വഭാവം പുലർത്തുന്ന എല്ലാ ഇടങ്ങളിലും, അത് രാജ്യങ്ങളാകാം, സംവിധാനങ്ങളാകാം, കുടുംബമാകാം, എവിടെയും ഈ സർവാധിപത്യ സ്വഭാവം പുലർത്തുന്ന അധികാര കേന്ദ്രങ്ങൾക്ക് സത്യം പുറത്തു വരാൻ താല്പര്യമേ ഇല്ല. ഈ അടുത്ത കാലത്തെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് ആവർത്തിച്ചു വരുന്ന ഭരണകൂടങ്ങൾ. ഇപ്പോൾ 2 വട്ടം അധികാരത്തിൽ വരുന്ന വ്യക്തികൾ, പാർട്ടികൾ, മുന്നണികൾ, സംവിധാനങ്ങൾ. നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു, ഇപ്പൊ കേരളത്തെ കുറിച്ചാണെങ്കിലും രാജ്യത്തെ കുറിച്ചാണെങ്കിലും പറയും, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയെ നമ്മൾ എടുത്തു പറയാറുള്ളത് ഓരോ 5 വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ സർക്കാരും പുതിയ ഭരണകൂടവും പുതിയ അധികാരികളും വരുമ്പോൾ നമ്മൾ പറയുന്നത് മാറ്റത്തിന്, അവർക്കൊരു താക്കീത് കൊടുക്കാൻ ഈ ജനാധിപത്യ സംവിധാനത്തിന് കഴിയുമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആവർത്തിച്ചാവർത്തിച്ച് ഒരേ വ്യക്തിയും ഒരേ ആശയവും ഒരേ സർക്കാരും ഒരേ ഭരണകൂടവും അതിന്റെ സംവിധാനങ്ങളും വരുമ്പോൾ അവർക്ക് സത്യം പറയുന്ന മാധ്യമങ്ങളെ, അവരെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ, അവരോട് ചോദ്യം ചോദിക്കുന്ന സംവിധാനങ്ങളെ അവർ നിരായുധരാക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് വളരെ എളുപ്പം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നിന്നുകൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആളുകളെ തേജോവധം ചെയ്യാം, വ്യക്തികളെ ഇല്ലാതാക്കാം, മാധ്യമ സ്ഥാപനങ്ങളെ ക്രൂശിക്കാം, അതുപോലെ അവർ നുണപ്രചാരകരാണെന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അപ്പോൾ പറയുന്ന സത്യത്തെക്കുറിച്ചല്ല, ഒരു പിഴവിൽ സംഭവിക്കുന്ന നുണയെക്കുറിച്ചോ അല്ലെങ്കിൽ പോട്ടെ മോശമായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളെ കുറിച്ചോ അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാകെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അത് പൊതുവായ ഒരു കാര്യം മാത്രമാണ്. ഇനി മാധ്യമ പ്രവർത്തകരുടെ കാര്യം എടുക്കാം. അവർ സർവതന്ത്ര സ്വതന്ത്രരാണോ? അവർ വസ്തുതകൾ അന്വേഷിക്കുന്നവരാണോ? അവർ സത്യം പുറത്തു കൊണ്ടുവരാൻ വെമ്പി നിൽക്കുന്നവരാണോ? അവർ ഈ സമൂഹത്തിനോട് ആത്മാർത്ഥത പുലർത്തുന്നതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു നുണ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയല്ല. അങ്ങനെ ആകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാധ്യമ പ്രവർത്തകരും നേരിടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന, മാധ്യമ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മൂലധന ശക്തികളുടെ താല്പര്യം എന്താണ്? വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദിസ് ക്യാപിറ്റൽ എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെ ചലിപ്പിക്കുന്ന, അതിന് പിന്നിൽ പണം മുടക്കുന്ന ആളുകൾക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരുടേതായ താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിന് വഴങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും മാധ്യമ പ്രവർത്തകർക്കുണ്ടാകാം. അപ്പോൾ പല പല ഘട്ടങ്ങളിലായി പല തരത്തിലാണ് മാധ്യമങ്ങൾ ഇന്ന് നേരിടുന്ന ഈ വെല്ലുവിളിയെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് മാധ്യമമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ വസ്തുതകൾ, വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ പിന്തുണയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സമൂഹത്തിന്റെ പിന്തുണയാണ്. പുതിയ തലമുറ മുഴുവനായി ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, വരും കാലത്ത് മനുഷ്യർ അന്വേഷിക്കാൻ പോകുന്നത് വസ്തുതകളെ ആയിരിക്കില്ല, ശരിയായ വസ്തുതകൾ ആര് തരുന്നു എന്നതിലേക്കായിരിക്കും. We will be not looking for facts, but we will be looking for the real facts. ആ ഒരു കാലത്തേക്ക് നമ്മൾ മാറുകയാണ്. അത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മുടെ വിശ്വാസ്യതയെ തകർക്കാൻ, അതുവഴി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തിയും, അതിന് അപ്പുറത്ത് താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മൂലധനങ്ങൾ, അതിന്റെ ഭാഗമായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ധർമ്മസങ്കടങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുന്ന ഒരു പുതിയ കാലത്തിലേക്ക്, ഒരു പുതിയ പ്രതീക്ഷയുടെ കാലത്തേക്ക് ചുവട് വെക്കണമെങ്കിൽ അതിന് ഒരേ ഒരു പിന്തുണയാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അത് സമൂഹത്തിന്റെ പിന്തുണയാണ്. ഇവിടെ തുടങ്ങി വെക്കാൻ നമുക്ക് മാധ്യമങ്ങൾ നേരിടുന്ന സമകാലിക വെല്ലുവിളിയെ കുറിച്ചുള്ള ചർച്ച. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു. റിയൽ ഫാക്ട് അല്ല റിയൽ ഫാക്ടിന് വേണ്ടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ചർച്ച ആരംഭിച്ചു വെച്ച
ഗോപി കൃഷ്ണന് ഇനിയും ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് ഇനി അടുത്ത സ്മൃതി പരുത്തിക്കാടിനെ ക്ഷണിക്കാം. മുഖ്യധാര മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നമുക്ക് പാനലിലേക്ക് കിടക്കേണ്ടതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് കുറച്ചു നേരത്തെ കണ്ടല്ലോ. അപ്പോ അതായത് മാധ്യമങ്ങൾ സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പൊ സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വല്ലാത്ത മുകളിലൊരു സ്ഥാനത്താണ് മാധ്യമങ്ങൾ നിൽക്കുന്നതെന്നും മാധ്യമങ്ങൾക്ക് ഭയങ്കര സീക്രട്ട് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നും കരുതുകയാണ്. അതായത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഭാഗമാണ്. സൊസൈറ്റിയുടെ എല്ലാതരം കുഴപ്പങ്ങളും മാധ്യമങ്ങളിൽ ഉണ്ടാകും. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. എന്ന് ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഒരു നിലപാടിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്നവരാണ്. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെയാണ്. ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു സംവിധാനത്തെ തകർക്കാമെന്നോ നുണപ്രചാരണം കൊണ്ട് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാമെന്നോ ഏതെങ്കിലും വിഭാഗത്തെ ഇല്ലാതാക്കാമെന്നോ കരുതി നടത്തുന്നതല്ല മാധ്യമപ്രവർത്തനം. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ശ്രീപ്പൻ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞാനും അതിലേക്ക് തന്നെ വരികയാണെന്ന് കരുതണ്ട. ഒരു പൊതുവെയുള്ളൊരു വിമർശനമായി ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരമായി നമ്മുടെ ചാനൽ പ്രവർത്തകരെ അല്ലെങ്കിൽ TV ഷോകൾ ചെയ്യുന്നവരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ചർച്ചയുടെ ഒരു രീതിയാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഒരു പൊതുവായ രീതിയുണ്ട്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്തോ ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി ചർച്ച നടത്തുന്നു. അപ്പോൾ അതിനു മുമ്പ് വേറെയും ചിലർ അഭിപ്രായപ്പെട്ടു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയമല്ല ഡിസ്കഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഗൗരവത്തിലുള്ള ഒരു വിഷയം ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാഹചര്യം വരികയാണ്. ആ വിഷയം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് നമ്മുടെ കേരളത്തിൽ വലിയൊരു സംഘർഷം നടക്കുന്നു. സംഘർഷം എന്ന് വെച്ചാൽ ദൃശ്യപരമായിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പൊ സംഘർഷം നടക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ അന്ന് രാത്രി ചർച്ച ചെയ്യുക? സംഘർഷമായിരിക്കും. മറ്റേത് കുറച്ചുകൂടെ വിപുലമായ വിഷയമാണ്. ആ വിഷയം കാണാനാണോ ആളുകൾ ഉണ്ടാവുക? സംഘർഷം കാണാനാണോ? സംഘർഷം കാണാനാണ്. ഇപ്പൊ നമ്മളെ വിമർശിക്കുന്നവരെല്ലാം തന്നെ നമ്മളെ മുഴുവൻ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ മാറ്റാം. പക്ഷെ ചാനൽ മാറ്റാതെ ഫുൾ സമയം ആ ചർച്ച കണ്ടുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയ നിലപാട് വേണം. ആ രാഷ്ട്രീയ നിലപാടുകളോട് തന്നെ വേണം ചർച്ച നടത്താൻ. നമ്മളൊരു വിഷയം സ്വീകരിക്കുമ്പോൾ ആ വിഷയം ആദ്യം പഠിക്കും. അതിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്നുള്ളവരുടെയും നിലപാടുകൾ എന്താണെന്ന് അറിയും. അതിനുശേഷമാണല്ലോ ചർച്ച നടത്തുക. അപ്പോൾ നമുക്കത് മുഴുവൻ അതിലൂടെ കടന്നുപോയി കഴിയുമ്പോഴേക്കും ഒരു ചർച്ച നടത്താനാകുമ്പോഴേക്കും എന്താണ് നമ്മുടെ ഒരു ഭാഗം എന്നുള്ളതൊരു തീരുമാനമാകും. ആ ഭാഗം എന്നുള്ളത് പക്ഷേ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു ഭാഗത്തിന്റെ ഒപ്പമാകാം. അപ്പോൾ അത് സ്ഥിരമായ ഒരു ഭാഗത്തിനൊപ്പമാണ് എന്ന രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ പ്രവണത വരുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ് നല്ല മാധ്യമ പ്രവർത്തകർ, അല്ലാത്ത മോശം മാധ്യമ പ്രവർത്തകരാണ് എന്ന രൂപത്തിൽ ഒരു വ്യാഖ്യാനം നമ്മളൊക്കെ അനുഭവിക്കുന്നുള്ളത്. പലപ്പോഴായി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചർച്ച ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ നല്ല മാധ്യമപ്രവർത്തകരല്ല എന്നും മറ്റ് മാധ്യമപ്രവർത്തകരാണ് നല്ലത് എന്നും അത് എങ്ങനെ രൂപപ്പെടുന്നു, അത് സോഷ്യൽ മീഡിയയിൽ അതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ മാധ്യമപ്രവർത്തക കൊള്ളില്ല, ഈ മാധ്യമപ്രവർത്തകയ്ക്ക് വിവരമില്ല, ഈ മാധ്യമപ്രവർത്തക ഒന്നും പഠിക്കുന്നില്ല. അപ്പുറത്ത് മറ്റേ മാധ്യമപ്രവർത്തകനെ കണ്ടുപിടിക്കുക, അദ്ദേഹം എല്ലാം പഠിച്ചു പറയുന്നു. സർക്കാരിന്റെ എത്ര നേട്ടങ്ങളുണ്ട്, നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തും. നേട്ടങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തി നിങ്ങൾ എത്ര പേര് കാണും? ഇതാ സർക്കാരിന്റെ നേട്ടങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയാൽ ആര് കാണും? അതിനെല്ലാം മാധ്യമപ്രവർത്തകരോട് നിൽക്കുന്നത്. അതിനിവിടെ PRD ഉണ്ട്, അത് നടത്തിക്കോളും. അപ്പോൾ അതാണ് മാധ്യമപ്രവർത്തനം എന്ന് കരുതുന്ന ഒരു പ്രവണത. അതിന് സ്വീകാര്യത കിട്ടാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം എത്ര എന്ന് നോക്കുമ്പോൾ അതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ആ രൂപത്തിൽ അതൊരു പ്രത്യേക സംവിധാനമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അതൊരു കാര്യം. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മൂല്യച്യുതിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മൂല്യച്യുതി എല്ലായിടത്തും ഉള്ളതുപോലെ മാധ്യമപ്രവർത്തനത്തിലും സംഭവിക്കാം. അതേസമയം ഞങ്ങൾ ആരും തന്നെ ഒരു മോശം വാർത്ത അത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇനി മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക താല്പര്യം എന്ന് പറയുന്നുണ്ട്. ഞാനൊരു താല്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ ഇടത് വലത് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജനം TV BJPയുടെ ഒരു ചാനലാണ്, കൈരളി TV CPM-ന്റെ ചാനലാണ്. അതല്ലാതെ മറ്റു ചാനലുകളെല്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ആ ചാനലിനെ അത് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുവരെ വാർത്തയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കാൻ ആ മാധ്യമ സ്ഥാപനത്തിന് കഴിയുകയില്ല. അപ്പോൾ കുറെ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ അതങ്ങനെ സംഭവിക്കില്ല. അപ്പോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കള്ളത്തരത്തിലൂടെ ആളുകളിലേക്ക് എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുവിടാവുന്ന ഒരു രീതിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അത്യാവശ്യം രാഷ്ട്രീയ ബോധമുണ്ട്.
സമൂഹ മാധ്യമങ്ങളുടെ മോശം പ്രവണത നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ തുടർ ചർച്ച വരുമ്പോൾ കാര്യങ്ങൾ പറയാം. സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് മാധ്യമങ്ങൾ എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ സമൂഹം ഒരു കണ്ണാടി പിടിക്കുന്നുണ്ട്. ആ കണ്ണാടിയാണ് വീണ്ടിരിക്കുന്ന ഓരോരുത്തർ. ആ കണ്ണാടിയുടെ തീവ്രത കൂടി, ആ തീവ്രത വലുതായിട്ട് കൂടി, ആ തീവ്രത ആണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. ഇത് പല രീതിയിലാണ് റിഫ്ലക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇതിൽ പിന്നെ ഒരു വെല്ലുവിളി മാത്രമല്ല, എല്ലാ വെല്ലുവിളികളും സാധ്യതയുമാണ്. ആ സാധ്യത എന്ന് അവസാനിക്കുന്നോ അന്ന് മാധ്യമങ്ങളുടെ ഈ വെല്ലുവിളിയും സാധ്യതയും എന്ന് അവസാനിക്കുന്നോ അന്ന് ഈ പറയുന്ന മാധ്യമങ്ങളുടെ പ്രസക്തി അവസാനിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 45 ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോൾ 45 അല്ലെങ്കിൽ കുറച്ചൊക്കെ കുഴപ്പമില്ല, കുറയ്ക്കണം. അപ്പോൾ ശരിക്കും പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ മാധ്യമങ്ങളോടുള്ള താല്പര്യം, ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലോ ലെഗസി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾ അങ്ങനെയുള്ള താല്പര്യം അകലുന്നില്ല. ശരിക്കും അതല്ലേ വലിയ ഞാൻ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചും വിദേശ മലയാളികൾ, ഞങ്ങളുടെ നാട്ടിലെ കാര്യവും പോയി, വിദേശ മലയാളികൾ അവരുടെ മക്കൾക്ക് മലയാള ഭാഷ കാര്യമായി അറിയില്ല. അറിയുന്നവരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അറിയുന്നില്ല. അവർക്ക് സ്വാഭാവികമായിട്ട് നാടുമായി ബന്ധമില്ല, അവർക്ക് നാട്ടിലെ വാർത്ത അറിയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഴയ ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും മലയാളത്തോടും മലയാള മാധ്യമങ്ങളോടും മലയാള ഭാഷയോടും ഒക്കെ സ്നേഹം പുലർത്തുന്നത്. ഈ സ്നേഹം എന്നില്ലാതാവുന്നു. അതാണ് മലയാള മാധ്യമങ്ങൾ അഭിനയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് കഴിയുമെങ്കിൽ മലയാളം പഠിപ്പിക്കാറുള്ളത് അതിന്റെ ആദ്യത്തെ അർത്ഥത്തില്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഇപ്പോഴത്തെ ഒരു പുതിയ വളരെ കുറച്ച് നാളായി, 10 വർഷങ്ങളായിട്ടുണ്ട്, പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലം എന്ന് പറയുന്ന ഒരവസ്ഥ. എന്താണ് ഈ സത്യാനന്തര കാലം? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് ലബനീസ് കവി ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കണ്ണും മൂക്കും നാക്കും ചെവിയും കൂടി ഒരു മല കാണാൻ പോകുന്നു. കവിതയാണ്, ഞാൻ പറയുമ്പോൾ വ്യക്തിയായിട്ട് തോന്നുന്ന ഒരു കവിതയാണ്. അപ്പം കണ്ണ് പറയുന്നു, അവിടെ മനോഹരമായ മല, ആ നീല മലകളെ മഞ്ഞ് ആവരണം ചെയ്തിരിക്കുന്നു, എന്തൊരു മനോഹരമായ കാഴ്ച. ഉടനെ മൂക്ക് പറയാണ്, എവിടെ? എനിക്കതിൻ്റെ അപ്പം കണ്ണ് പറഞ്ഞു, അവിടെ പൈൻമര എന്നുണ്ട്. അപ്പൊ മൂക്ക് പറയുകയാണ്, എന്ത്? ഞാനൊന്നും അറിയുന്നില്ല, എനിക്ക് അതിനൊന്നും ബന്ധം കിട്ടുന്നില്ല. ചെവി പറയുകയാണ്, എവിടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ കേൾക്കേണ്ടതല്ലേ മലയെ, ഞാൻ കേൾക്കുന്നില്ല. നാക്ക് പറയുകയാണ്, ഞാനിതിനെ രുചിക്കേണ്ടതല്ലേ, ഞാൻ രുചിക്കുന്നില്ല. അവസാനം അവരുടെ ആൾ തീരുമാനിച്ചു, പിന്നെ നാക്കും മൂക്കും ചെവിയും കൂടെ തീരുമാനിച്ചു, കണ്ണിന് വട്ടാണ്, കണ്ണങ്ങനെ കണ്ടിട്ടില്ല, കണ്ണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാധ്യമങ്ങളെ പല കോണുകളിൽ നിന്ന് കാണുന്നവർ അല്ലെങ്കിൽ ചെവിയോ കണ്ണോ മൂക്കോ നാക്കോ കൊണ്ട് മാത്രം ഒരു വശം കൊണ്ട് കാണുകയാണ്. ആ കാണുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടുന്ന, അതായത് ഇപ്പോൾ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടു, അദ്ദേഹം ഫോറസ്റ്റിനാണെങ്കിൽ ഫോറസ്റ്റിന് പറഞ്ഞു കേട്ടു, അദ്ദേഹത്തിന് ഒരു ചർച്ചയിൽ അദ്ദേഹം കണ്ട ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് അനുഭവം ഉള്ളതുകൊണ്ട്, ആ കോൺഗ്രസ് അനുഭവമുള്ള ആൾ പറഞ്ഞതുകൊണ്ട് താല്പര്യം തോന്നിയെന്ന് പറയുന്നു. ശരിക്കും നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ് ഭരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ വാർത്തകളെ കാണുന്നത്, അറിയുന്നത്, ഇഷ്ടപ്പെടുന്നത്, എതിർക്കുന്നത്. ഒരു BJP-ക്കാരന് ഇല്ലെങ്കിൽ CPM-കാരന്, കോൺഗ്രസ്സുകാരന്, ഇത് പോട്ടെ, പിന്നെ മതങ്ങൾ, അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഏത് മതമാകട്ടെ, മറ്റു താല്പര്യങ്ങളാകട്ടെ, പ്രാദേശിക താല്പര്യങ്ങളാകട്ടെ, എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള സത്യം കിട്ടിയാൽ മതി, അവർക്ക് ഇഷ്ടമുള്ള വാർത്ത കിട്ടിയാൽ മതി. അവരെ വിമർശിക്കുന്നത് അവർക്കിഷ്ടമല്ല. അവർക്കിഷ്ടമുള്ള വാർത്തകൾ കിട്ടിയാൽ അവനാണ് നല്ല മാധ്യമപ്രവർത്തകർ, ബാക്കി എല്ലാവരും മോശക്കാരാണ്. അങ്ങനെ സ്ഥാപിക്കുന്ന, അപ്പോൾ നേരത്തെ ഈ കണ്ണും പിന്നെ മൂക്കും നാക്കും ചെവിയും കൂടെ കണ്ണിനെ മോശക്കാരനാക്കിയതുപോലെ സമൂഹത്തിലേക്കുള്ള തുറന്നു പിടിച്ച ഒരു കണ്ണാടിയായ കണ്ണിനെ മാധ്യമപ്രവർത്തകരെ അവർ മോശക്കാരാക്കി. അപ്പോൾ അതാണ് രണ്ടാമത്തെ വെല്ലുവിളി. പിന്നെയുള്ളത് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയാം.
ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു സാധാരണക്കാരനെ ഭയങ്കരമായിട്ട് അതിനെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ് അത് നമ്മൾ കിട്ടുന്ന പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഏതൊരു സുഹൃത്ത് പറഞ്ഞു കേട്ടു, ഇന്നലെ വൈകിട്ടത്തെ ചർച്ചയിൽ വേറെ സംഭാഷണത്തിൽ അദ്ദേഹം മുംബൈയിൽ പോയിട്ട് മുംബൈയിൽ നാസിക്കിൽ ഞാൻ ഓർമ്മ അവിടെ ഒരാഴ്ചത്തെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു കെട്ട് മനോരമയായിട്ട് വരും, അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പണ്ട് ഈ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയ വാർത്ത 28 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ അറിഞ്ഞത്. ഇന്ന് 28 സെക്കൻഡ് വേണ്ട അറിയാൻ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം അതേപോലെ ഇൻഫർമേഷൻ നമ്മുടെ പല മേഖലകളിലും വന്നിരിക്കുകയാണ്. അത് പ്രധാനം ഇപ്പോൾ മൊബൈൽ തന്നെ. അത് വാട്സപ്പായിട്ടും ഫേസ്ബുക്കായിട്ടും ഇൻസ്റ്റയായിട്ടും ഇപ്പോഴത്തെ പുതുതലമുറയായ സ്നാപ്ചാറ്റ് അറിയാം ഒക്കെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലതരം ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വരുമ്പോൾ അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? അപ്പോൾ എനിക്ക് താല്പര്യമുള്ള എന്താണ് വിഷയം, ആ വിഷയം എങ്ങനെ സ്വാധീനിക്കുന്നു? ആ സ്വാധീനിക്കുന്ന വിഷയം അത് ഡിജിറ്റൽ മീഡിയ സ്പേസ് ഈ വിഷയം താല്പര്യമുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ മനോരമ അടക്കം എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ ലെഗസി മീഡിയയ്ക്കും അത് ഡിജിറ്റൽ മീഡിയ ഉണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഒരു ചാനലിൽ അവർ വർക്ക് ചെയ്യുന്നത് തന്നെ അവരവിടെ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ആ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിട്ട് എന്ത് വാർത്ത കൊടുക്കുമ്പോഴാണ് യൂട്യൂബിന്റെ വ്യൂസ് കൂടുന്നത് ആ വാർത്തയിൽ അവിടെ എടുത്ത് തീരുമാനിക്കണം ആ വാർത്തയിൽ നിങ്ങൾ നിന്നോ അതിനാണ് വ്യൂസ് കൂടുന്നത്. അപ്പോൾ ഡിജിറ്റൽ മീഡിയ അതാണ് ഒരു പ്രധാന വെല്ലുവിളിയാണ്. അതാണ് ഡിജിറ്റൽ മീഡിയ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണ് സമൂഹമാണ്. നിങ്ങളാണല്ലോ കാണുന്നത്, ഡിജിറ്റൽ മീഡിയയിൽ കാണുന്നത്, യൂട്യൂബ് കാണുന്നത്. അപ്പോൾ നിങ്ങളാണ് ഇൻ ദ റിവേഴ്സ് ചാനലുകൾ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇത് യൂട്യൂബ് കാരണം ഇപ്പോൾ ചാനലുകൾ നേരിടുന്ന ഒരു വെല്ലുവിളിയോടെ പറഞ്ഞ അവസരത്തിലാണ്. എല്ലാ വെല്ലുവിളിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് ഉണ്ടാവില്ല. ഈ പ്രധാന വെല്ലുവിളി സാമ്പത്തികമാണ്. ഈ സാമ്പത്തിക വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. അപ്പോൾ അത് വല്ലാതെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയും നമ്മുടെ ഈ പറയുന്ന സത്യം കണ്ടെത്താനുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പണ്ട് NDTVയിലെ ബർഖാദത്ത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും. ബർഖാദത്ത് ഒരു ഇവന്റ് കവർ ചെയ്യാൻ പോകണമെങ്കിൽ അവർക്കൊപ്പം 6 പേരുണ്ടാവും. പ്രൊഡ്യൂസർ, ക്യാമറാമാന്, പറഞ്ഞ 6 പേരുണ്ടാവും. ഇവർക്കെല്ലാം ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ് ഇവർക്കൊക്കെയാണ് പോകുന്നത്. NDTVയുടെ പ്രതാപകാലത്ത്. ദൂരദർശനിൽ നിങ്ങൾക്ക് പല അറിയാം, ദൂരദർശനിലും 5 പേരെങ്കിലും മിനിമം ടീം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഒരു വർഷം മുമ്പ് ബ്രിട്ടൻ UK കിങ് ചാൾസിന്റെ കോർണേഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഞാൻ മാത്രം ഒരു മോജോയായിട്ടാണ് പോയത്. ഇപ്പോൾ നമ്മുടെ വത്തിക്കാനിൽ നിന്ന് ഡൽഹിയിൽ നിന്നുള്ള ജോമി തോമസ് വത്തിക്കാനിലുണ്ട്. പോപ്പിന്റെ മരണവും തോന്നുന്ന റിപ്പോർട്ട് ചെയ്യാം. ജോമി ഇതുപോലെ തന്നെ പത്രത്തിൽ, അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിനും ചാനലിനും ഒക്കെ വേണ്ടി 2 ആളൊക്കെ പോകും. ഇപ്പം പത്രം, ഡിജിറ്റൽ, ഓൺലൈൻ എല്ലാത്തിനും വേണ്ടി ജോലി മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ഈ 6 പേരെയുമായിട്ട് പോയിരുന്ന ബർഖാദത്ത് ഇപ്പോൾ മോജോ എന്ന പേരിൽ ചാനൽ നടത്തുകയാണ്. മാധുവിന് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ ആൾക്കാരിലേക്ക് പോവാം. മാധു പ്ലീസ്. ഈ ട്രെയിനില് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ രാത്രി നമ്മളെന്തെങ്കിലും സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ബിരിയാണിയുടെ മണം വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നവർ കാണും. അപ്പോൾ ചോദിക്കും, നമ്മുടെ ബിരിയാണി കഴിക്കൂല എന്ന് ചോദിക്കും. അപ്പൊ അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ആളല്ല, ഞങ്ങളുടെ ഇതിനു ശേഷം ഞങ്ങളുടെ ആളുകളിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ആളല്ല. ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. മാധ്യമങ്ങളുടെ, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ മുഴുവനായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. എല്ലാ തലത്തിലും എല്ലാ പ്ലാറ്റ്ഫോമിലും പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി വലിയ ആശങ്കയാണ് നമ്മുടെ സമൂഹത്തിന്. വിദ്യാലയങ്ങളിൽ, അയൽക്കൂട്ടങ്ങളിൽ, ഇന്റർനാഷണൽ സെമിനാറുകളിൽ, ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് IMAയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു മീഡിയ സെമിനാറാണ്. എല്ലാ മേഖലകളിൽ നിന്നും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് വലിയ കാര്യമായാണ് ഞാൻ കാണുന്നത്. അത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മാധ്യമങ്ങൾ സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് എന്ന പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയാണ്, തിരിച്ചറിവിന്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മുടെ മഹാരാജ്യം ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ പരിണാമത്തിൽ ഇങ്ങോട്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ, ദേശീയ പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയിൽ ഇങ്ങോട്ട് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഇപ്പോഴുമുള്ള ഒരാൾ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് സ്വാഭാവികമായും
ഉണ്ടാവേണ്ട മറുപടി മഹാത്മജി എന്നാണ്. ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. മഹാത്മജിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇന്നും ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. പലതരം അഭിപ്രായങ്ങളുണ്ട്, പല വായനകൾ ഉണ്ടായിട്ടുണ്ട്, പല സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാത്മജിയുടെ ജീവിതത്തിൽ. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ നാടൻ ഭാഷയിൽ പറയും അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് അഭിപ്രായം എന്നത്. അപ്പൊ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മുടേതല്ല മറ്റൊരാളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമുക്ക് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യം കൂടിയാണ് പറയുന്നത് എന്ന് വിചാരിക്കുന്നിടത്ത് പലതരം അഭിപ്രായങ്ങൾ ഉണ്ട്, ഉണ്ടാകണം, ഉണ്ടായേ മതിയാവുകയുള്ളൂ. പലതരം താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ ഉണ്ടാകാം, മാധ്യമ പ്രവർത്തകരും ഉണ്ടാകാം. ഞാൻ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലതരം താല്പര്യങ്ങൾക്ക് വിധേയരാകാൻ നിർബന്ധിക്കപ്പെടുന്ന, പലതരം താല്പര്യങ്ങൾ പ്രകടമാക്കാൻ നിർബന്ധിക്കപ്പെടുന്ന, അതിന് വശംവദരാകുന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്നല്ല പറയുന്നത്. അത് നിർബന്ധിതമാകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ സർക്കാരിനെ അനുകൂലിക്കുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്നല്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാർ, NDA സർക്കാർ എന്നല്ല. അധികാരം നമ്മൾ കയ്യിൽ വെച്ചു കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന സർക്കാർ. സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകരും പ്രതികൂലിക്കുന്ന മാധ്യമപ്രവർത്തകരും വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരും ന്യായീകരിക്കുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ഇല്ലാതാകുന്ന ഒന്നല്ല അത്. ഈ മാധ്യമപ്രവർത്തകർ എന്ന മാധ്യമപ്രവർത്തകരെ മാത്രം എടുക്കുമ്പോഴും അതെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. മാധ്യമപ്രവർത്തകയാകണമോ എന്ന ചോദ്യവും തിരഞ്ഞെടുപ്പും ആകുമ്പോഴും തുടരുമ്പോഴാണ് അത് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന തീരുമാനം ചോദിച്ചു തന്നെയാണ് ഓരോ ദിവസവും ഓരോ മാധ്യമപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ തുടരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒഴിച്ചുകൂടാൻ കഴിയാത്ത, ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രേരണ കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിരന്തരം ഓരോ ദിവസവും ഇത് ചോദിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഇത് ചോദിക്കാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം, എനിക്കൊരു വേദി, അത് ചോദിക്കേണ്ട ആളോട് ചോദിക്കാനുള്ള അവസരം ഇല്ലാതെ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയാത്തയിടത്താണ് ഞാൻ മാധ്യമപ്രവർത്തകയായി തുടരുന്നത്. അത് നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ തിരിച്ചറിയും. എനിക്ക് ചോദിക്കാനുണ്ട്. അത് 1ാം ക്ലാസ്സിൽ മുതലാണെങ്കിൽ, അത് നമ്മുടെ അധ്യാപകരോടാണെങ്കിൽ, നമ്മുടെ കൂട്ടുകാരോടാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളോടാണെങ്കിൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന കളിക്കളത്തിലെ ചെറിയ തർക്കങ്ങൾ മുതൽ ഇങ്ങോട്ട് അതിലൊരിടത്ത് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത്, ശരിയല്ല, എന്തുകൊണ്ടാണത്, എനിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവനില്ലാത്തത്, അവനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കില്ലാത്തത് എന്ന് ചോദിക്കാനുള്ള ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നുള്ള തുടർച്ചയാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും രണ്ടായി കണ്ടുകൊണ്ട്, അനുകൂലിക്കുന്നവരൊക്കെ നല്ലതാണ്, പ്രതികൂലിക്കുന്നവരോ വിമർശിക്കുന്നവരോ മോശമാണ് എന്ന് ടാഗ് ചെയ്തുകൊണ്ട്, അവർക്ക് മാർക്ക് ഇട്ടുകൊണ്ട് നിരന്തരം ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ഒപ്പമുണ്ട്. അത് വേണ്ടതാണ് എന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ബ്ലൈൻഡായി ആ സംവിധാനമാണ് ഏറ്റവും വിശ്വസനീയമെന്ന് വിചാരിക്കുന്ന ഒരിടത്ത് വെല്ലുവിളിയുണ്ട് മാധ്യമപ്രവർത്തകർക്ക്. അതിന് കാരണം കോപ്പി പേസ്റ്റ് എന്നത് സുനാമി പോലെ കാണുകയാണ്. എപ്പോഴാണ് സർക്കാരിന് അനുകൂലമായ ഒരു വിശദീകരണത്തിന് ഒരേ ഭാഷ വരുന്നത്? തലച്ചോറ് എന്ന് പറയുന്നത് അവനവന്റേതാണ് എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ തിങ്ക് ടാങ്ക്സ് നിരന്തരം തീറ്റിപ്പോറ്റപ്പെടുകയാണ്. കുപ്പിയും കോഴിക്കാലും എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? മാധ്യമപ്രവർത്തകർ, സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് കുപ്പിയും കോഴിക്കാലും. എന്താ നോക്കൂ, 2 തവണ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുടർച്ചയായി 2 തവണ അധികാരത്തിലിരിക്കുന്നവരാണ്. അവർക്ക് കൊടുക്കാൻ കഴിയാത്ത എന്ത് കുപ്പിയും കോഴിക്കാലുമാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർ കൊടുക്കുന്നത്? രണ്ട് സർക്കാരുകളുടെ തുടർച്ച എന്ന് പറയുന്ന കാലം സാമ്പത്തികമായി, സാമൂഹ്യമായി, അധികാരപരമായി വലിയ സാധ്യതകളെ തുറന്നിട്ട കാലമാണ്. ബോർഡുകൾ, കോർപ്പറേഷനുകൾ, അധ്യാപന ജോലി, PR, കരാറുകൾ, ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക്, സർക്കാരിന്, അധികാരത്തിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയാത്ത എന്ത് കുപ്പിയും കോഴിക്കാലുമാണ് ഒരു അധികാരവുമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടത്? എന്തുറപ്പാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? അപ്പൊ ആ ഉറപ്പിന്മേലാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ ജോലി എടുക്കുന്നത് എന്ന് പറയുന്നത് എന്തൊരു മൂഢമായ വിചാരവും വിശ്വാസവുമാണ്. എന്താണ് പ്രതിപക്ഷത്തിരുന്ന് കിട്ടേണ്ടത്?
ഇനി എന്തെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ അങ്ങ് നന്നാക്കിയേക്കാം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പോൾ തന്നെ സാധ്യമാകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുടെ പുറകെ പോകുന്നതല്ലേ കുറച്ചുകൂടി ലാഭം? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത മനുഷ്യരാണോ? അത്രയ്ക്ക് അവസരവാദമായ നിലപാടില്ലാത്ത നിഷ്കളങ്കരായിട്ടാണോ നിങ്ങൾ ഈ പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെയല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകരെ കാണുന്ന നിഷ്കളങ്കരാണോ നമ്മൾ എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവികമായ, അല്ലെങ്കിൽ ഇക്കാലത്ത് സ്വാഭാവികമായ ഒരു ഉപയോഗം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇൻഫർമേഷനെ കുറിച്ച് പറയാം. കോപ്പി പേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തിങ്ക് ടാങ്കുകൾ വളരെ ലാവിഷായി തീറ്റി പോറ്റപ്പെടുന്ന, വളരെ ലാവിഷായി അധികാരത്തിന്റെ പല അപ്പക്കഷ്ണങ്ങൾ പങ്കുവെച്ച് കൊടുക്കപ്പെട്ടിട്ടുള്ള തിങ്ക് ടാങ്കുകൾ എഴുതി വെക്കുന്നത് അപ്പാടെ കോപ്പി പേസ്റ്റ് ചെയ്തു പോകുന്ന ആ താല്പര്യ സംരക്ഷകരുടെ വലിയ കൂട്ടം പ്രവർത്തിക്കുന്നയിടത്ത് അവരെഴുതി വെക്കുന്നത് അപ്പാടെ തലച്ചോറിലേക്ക് പതിപ്പിച്ചു വെച്ച് അത് ഓണേറിൽ പോയി പറയേണ്ട പപ്പറ്റ്സിനെയാണ് മാധ്യമ പ്രവർത്തകരിലൂടെ നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ എന്നുള്ളതല്ല കേട്ടോ, ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞതാ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് മാധ്യമ പ്രവർത്തകരായി വേണ്ടത്. അവരാണ് മെച്ചപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ആ ടാഗ് സ്വീകരിച്ച്, പണ്ട് ഈ പറയുന്ന പട്ടും വളയും കൊടുക്കുന്നത് പോലെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് ജീവിക്കുന്ന, അതിന്റെ എല്ലാ സൗകുമാര്യങ്ങളും അതിന്റെ എല്ലാ സുഖലോലുപതകളും അനുഭവിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് വേണ്ടതെങ്കിൽ ശരി, എളുപ്പമാണ് ജീവിതം. ഇത്ര കലഹങ്ങളുടെ ആവശ്യമുണ്ടാവില്ല. ഏറ്റവും പേഴ്സണൽ സ്പേസിലേക്ക് വരെ ഇടിച്ചു കയറി വരുന്ന അധിക്ഷേപങ്ങളെ ചുമക്കേണ്ടി വരില്ല. 22 വയസ്സിലാണ് ഞാൻ മാധ്യമപ്രവർത്തകയാകുന്നത്. 8,000 രൂപയാണ് എന്റെ ആദ്യത്തെ ശമ്പളം. 8,000 രൂപ. ഹോസ്റ്റൽ ഫീസ് ഒന്നൊരു 10,000-3,000 രൂപയുണ്ട്. ഒരു മാസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അന്ന് ഈ പറയുന്നത് പോലെ ജിയോടെ ഉണ്ടായിട്ടില്ല. 1 GB നെറ്റ് 258 രൂപയാണ് ഏറ്റവും തന്നെ ചാർജ് ചെയ്യുന്നത്. ഇതിനെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ ഒരു മാസം അവസാനം മുമ്പ് അമ്മയും കൂട്ടി പുറത്ത് പോയി ഒരു പപ്സും ചായയും കുടിക്കാനുള്ള പൈസ ഒന്നും കയ്യിലുണ്ടാവില്ല. എന്തിനായിരുന്നു എന്ന മാധ്യമപ്രവർത്തനം? ഏറ്റവും നല്ല കാലം, ഏറ്റവും നന്നായി അധ്വാനിക്കുന്ന, ഏറ്റവും നല്ല ക്രിയേറ്റിവിറ്റി സ്ഥാപനത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു കാലത്തായിരുന്നു ഈ പരിമിതമായ ശമ്പളം മേടിച്ചുകൊണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കേരളത്തിൽ STD ബൂത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് STD ബൂത്തുകൾ നിൽക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. കൂടെ പഠിച്ചവർ 10ാം ക്ലാസ്സിലൊക്കെ പിരിഞ്ഞു പോയിരുന്നല്ലോ. അവർക്ക് ഞങ്ങളെക്കാൾ മാന്യമായി ജീവിക്കാൻ കഴിയുമായിരുന്നു. വീട്ടിൽ നിന്ന് റെന്റ് കൊടുക്കേണ്ട, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയും, ബാക്കിയുള്ളതൊക്കെ പോക്കറ്റ് മണിയായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു കരിയർ കൂടിയാണിത്. അപ്പോ പണം പിന്നീടാണ് വന്നത്. പണം എത്ര വേണം എന്നുള്ള തിരഞ്ഞെടുപ്പും അവനവന്റേതാണ്. ഇത്ര പണം വേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മാധ്യമപ്രവർത്തനം. ഇത് പ്രൊഫഷണൽസ് ആണ്. അതായത് പഠിച്ച് ജോലി വാങ്ങി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി വാങ്ങി അതിൽ എക്സൽ ചെയ്ത് തുടരുന്നവരാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി എന്താണ്? PR മേഖല എന്ന് പറയുന്ന അത്രയും വിപുലമായ സൗകര്യങ്ങൾ തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിലവസരം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക്. എത്ര ബന്ധങ്ങളുണ്ട്, എളുപ്പമല്ലേ? അപ്പൊ എത്ര പണം വേണം എന്ന് തീരുമാനിക്കാൻ ചങ്കുറപ്പുള്ളവർ കൂടിയാണ് കുറച്ചെങ്കിലുമൊക്കെ ഈ മേഖലയിൽ നിൽക്കുകയും ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളത് പിന്നീട് പറയാം എന്നും കൂടി വിചാരിക്കുന്നു. വെല്ലുവിളി എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ കൂടി ശേഷിയുള്ളവരാണ്, അല്ലെങ്കിൽ ആകേണ്ടതുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം.